VP and perpendicular to HP, passes through the pyramid at a distance of 10 mm, passes through the pyramid at a distance of 10 mm from the axis, the distance of 10 mm from the axis, and is in front of it. Draw the true shape of the section. Okay. A hexagonal pyramid, side of base 30 mm, and axis 70 mm, rest with its base on HP, and an edge of base inclined at 30 degree to VP. A section plane inclined at 45 degree to VP and perpendicular to HP passes through the pyramid at a distance of 10 mm from the axis and is in front of it. ഈ സെയിം ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് കേട്ടോ. സെക്ഷൻസ് ഓഫ് സോളിഡ്സിൽ ഈ സെയിം ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇതെങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? ബേസ് ഓൺ എച്ച് പി ആണ്, സാധാരണ ആക്സിസ് പെർപെൻഡിക്കുലർ എച്ച് പി ആയിട്ട് തന്നെയുള്ള പൊസിഷൻ ആണ്. സോ യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ദ ടോപ്പ് വ്യൂ. ആൻഡ് എന്താണ് ശ്രദ്ധിക്കേണ്ടത് വൈൽ ഡ്രോയിങ് ദ ടോപ്പ് വ്യൂ? ദാറ്റ് ഇസ് ഹെക്സഗൺ ഷേപ്പ് നമുക്ക് കാണുന്നത് ടോപ്പ് വ്യൂ ആണ്. സോ വൈൽ ഡ്രോയിങ് ദ ടോപ്പ് വ്യൂ, വാട്ട് ഈസ് ദ കണ്ടീഷൻ ഗിവൺ? എന്താണ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് പറയൂ. എഡ്ജ് 30 ഡിഗ്രി വെച്ചിട്ടില്ല ഇറക്കണ്ടേ? യെസ്, അതായത് വൺ ബേസ് എഡ്ജ് ഈസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു വി പി. എഡ്ജ് ഓഫ് ദ ബേസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു വി പി എന്ന് പറയുമ്പോൾ ടോപ്പ് വ്യൂവിൽ ഒരു എഡ്ജ് 30 ഡിഗ്രി ആയിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അത് വെച്ചിട്ട് വേണം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. Hexagon pyramid is resting on its base on HP, that is axis perpendicular to HP. So the hexagon shape will be visible in the top view. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലത്തിലും ആക്സിസ് പെർപെൻഡിക്കുലർ എച്ച് പി ആയിട്ട് മാത്രമേ സെക്ഷൻസിലും ഡെവലപ്മെന്റിലും ചോദിക്കുള്ളൂ. ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആയിട്ട് മാത്രം. ഓക്കെ, സോ അതിൽ തന്നെ ബേസ് എഡ്ജിന്റെ കണ്ടീഷൻ അല്ലെങ്കിൽ കോർണറിന്റെ കണ്ടീഷൻ അതൊക്കെ തന്നിട്ടുണ്ടാവും. സോ അതിനനുസരിച്ച് വരിക. So first 30 ഡിഗ്രിയിൽ ഡ്രോ എൻ എഡ്ജ്. ഓക്കെ, 30 ഡിഗ്രിയിൽ ഒരു എഡ്ജ് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അതിനെ റെഫറൻസ് ആക്കി വെച്ചിട്ട് ബാക്കിയുള്ള എഡ്ജസ്, അതായത് 120 ഡിഗ്രി ആംഗിളിൽ ബാക്കിയുള്ള എഡ്ജസ് വരയ്ക്കാം. ഓക്കെ, ഇത് വരച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ ഫൈനൽ വരുന്ന സമയത്ത് രണ്ട് ബേസ് എഡ്ജസ് പെർപെൻഡിക്കുലർ ടു ദ എക്സ് ലൈൻ ആയിട്ട് കിട്ടും. ഓക്കെ, 2 ബേസ് എഡ്ജസ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ എക്സ് ലൈൻ. ബിക്കോസ് ഇത് 30 ഡിഗ്രി എടുക്കുന്ന സമയത്ത് ദിസ് ഓൾസോ വിൽ ബി 30 ഡിഗ്രി. കാരണം ടോട്ടൽ 180 ആണല്ലോ. ദിസ് ഇസ് 120, 30, ഇത് 30 വരും. സോ ദീസ് എഡ്ജസ് ആർ
equally inclined to VP at this angle. 30-degree inclined ആയിട്ട് ഒരു എഡ്ജ് എടുക്കുമ്പോൾ അതർ എഡ്ജ് ഓൾസോ 30-degree inclined to the VP ആയിരിക്കും. സോ ഈക്വലി inclined to the VP ആണ് വരിക. അപ്പൊ അങ്ങനെ വരയ്ക്കുമ്പോൾ ടു എഡ്ജസ് വിൽ ബി perpendicular to the XY line. Okay, so സ്ലാൻഡ് എഡ്ജസും കൂടെ വരയ്ക്കുക. ബിക്കോസ് പിരമിഡിന്റെ ടോപ്പിൽ സ്ലാൻഡ് എഡ്ജസ് വിസിബിൾ ആണ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട എപ്പോഴും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 30-degree ഒരു എഡ്ജ് റെപ്രസെൻറ്റേറ്റ് ആണ് കേട്ടോ. അത് വരച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. Now project the front view. Height of the pyramid is given. So draw the boundary and mark the visible edges. ഇവിടെ corners, let the corners are A, B, C, D, E and F, apex O and base center H, base center H. So visible corners in the front view are A dash, B dash and C dash. D is not visible, bracket lo mark kiya. E is also not visible, adum bracket lo mark kiya. Then F also not visible. A behind A and F. Now condition of the cutting plane endana? What is the inclination of the cutting plane? Inclined to endana varthu? Inclined to VP aanu varthu alle. And what is the inclination given? 45 degree. 45-degree to VP. Section plane inclined 45-degree to VP and perpendicular to HP, passes through the pyramid at a distance of 10 mm from the axis and in front of it. Okay, ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞുള്ളത്. അപ്പം 45-degree inclined to VP ആണ്. സോ ടോപ്പിലാണ് കട്ടിംഗ് പ്ലെയിൻ റെപ്രസെന്റ് ചെയ്യേണ്ടത് അല്ലേ. ഇൻക്ലൈൻ ടു VP എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇൻക്ലിനേഷൻ വിത്ത് VP എപ്പോഴും ടോപ്പിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സോ ടോപ്പിലാണ് ആ കട്ടിംഗ് പ്ലെയിൻ മാർക്ക് ചെയ്യേണ്ടത്. അത് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? 45-degree ആംഗിളിൽ ഒരു റഫറൻസ് ലൈൻ വരയ്ക്കുക. ഓക്കെ, നേരത്തെ പറഞ്ഞല്ലോ 45-degree ആംഗിളിൽ ഒരു റഫറൻസ് ലൈൻ വരയ്ക്കുക. ആംഗിളിൽ ഒരു റഫറൻസ് ലൈൻ എക്സ് ലൈൻ എന്ന് വരയ്ക്കുക. അപ്പോൾ ഇതിന് പാരലൽ ആയിട്ടാണ് കട്ടിംഗ് പ്ലെയിൻ വരേണ്ടത്. ആൻഡ് ഓൾസോ ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് to that cutting plane from the axis should be 10 mm. So top view axis എന്ന് പറയുന്നത് സെന്റർ പോയിന്റ് O ആണ്, OH ആണ് ആക്സിസ്. സോ അവിടെ 10 mm ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ എങ്ങനെ മെഷർ ചെയ്യണം? പെർപെൻഡിക്കുലർ ടു ദ എക്സ് ലൈൻ ആയിട്ട് മെഷർ ചെയ്യണം. സോറി, പെർപെൻഡിക്കുലർ ടു ദ റഫറൻസ് ലൈൻ, ഈ ന്യൂ റഫറൻസ് ലൈൻ. ഓക്കെ, അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് സ്കെയിൽ പ്ലേസ് ചെയ്യാം. അതായത് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് സ്കെയിൽ പ്ലേസ് ചെയ്യാം. ആൻഡ് ടു ദ സെന്റർ മെഷർ 10 mm ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. ആൻഡ് ഇതിന് പാരലൽ ആയിട്ട് തന്നെ കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കുക. ഓക്കെ, സോ കട്ടിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത് നേരത്തെ വന്നിട്ടുള്ള സിമിലർ ആയിട്ടുള്ള കട്ടിംഗ് പോയിന്റ്സ് ആണ് വരുന്നത്. എത്ര കട്ടിംഗ് പോയിന്റ്സ് ഉണ്ടാവും? How many cutting points will be there? 4. 4 അല്ലേ. First one on AF. AF is the base edge. Okay, then on OA, OB, then on BC. ഓക്കെ, നേരത്തെ പെൻഡഗണിന് വന്ന സിമിലർ ആയിട്ടുള്ള ഒരു ടൈപ്പിൽ തന്നെയാണ് കട്ട് വരുന്നത്. ആൻഡ് നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കുക, കട്ടിംഗ് പ്ലെയിൻ ഈസ് 10 mm in front of the axis എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി ഒരു ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ 10 mm behind the axis എന്ന് പറയാം. അപ്പോൾ എങ്ങനെ മെഷർ ചെയ്യാം? കട്ടിംഗ് പ്ലെയിൻ 10 mm behind the axis എന്നാണ് പറയുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും മെഷർ ചെയ്യേണ്ടത്? ഇങ്ങനെയാണ്.
ഇപ്പം മെഷർ ചെയ്തതിന്റെ ബാക്കോട്ടേക്ക്. ബാക്കോട്ടേക്ക്. അതെ അതെ. ഇപ്പൊ ഇൻഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ താഴേക്ക് മെഷർ ചെയ്യുന്നു, ബിഹൈൻഡ് എന്ന് പറയുമ്പോൾ ബാക്കോട്ടേക്ക് മെഷർ ചെയ്യാം. ഓക്കെ, സോ ഇതുപോലെ തന്നെ സ്കെയിൽ വെക്കുക. ഓക്കെ, കട്ടിംഗ് പ്ലെയിൻ ഒക്കെ ഈ റെഫറൻസ് ലൈൻ ഇതുപോലെ വെച്ച് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് സ്കെയിൽ വെക്കുക. ബട്ട് സെന്ററിൽ നിന്ന് ബാക്കോട്ടേക്ക് ഡിസ്റ്റൻസ് എടുക്കുക 10 mm. അപ്പോൾ 10 mm ബിഹൈൻഡ് ആയിട്ട് നമുക്ക് ഇതിന് പാരലായിട്ട് കട്ടിംഗ് പ്ലെയിൻ വരക്കാം. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. Okay, so cutting points are 1, 2, 3 and 4. Okay, ആ റെസ്പെക്റ്റീവ് എഡ്ജിലെ കട്ടിംഗ് പോയിന്റ്സ് നമ്മൾ ഇനി നെക്സ്റ്റ് ഫ്രണ്ട് വ്യൂയിലേക്ക് പ്രൊജക്ട് ചെയ്യുക. പോയിന്റ് 1 ഓൺ എ എഫ്, 1 on AF, A dash and F dash perpendicular to the X line AF വരുന്നതുകൊണ്ട് സെയിം പോയിന്റിലാണ് വരിക. സോ പോയിന്റ് 1ഉം സെയിം ലൊക്കേഷൻ തന്നെ വരും, 1 dash സെയിം പോയിന്റ് തന്നെ. ദെൻ പോയിന്റ് 2 ഈസ് ഓൺ OA. പോയിന്റ് 2 OAയിലേക്ക് പ്രൊജക്ട് ചെയ്യുക. പോയിന്റ് 2 ഡാഷ്. പോയിന്റ് 3 എങ്ങനെ മാർക്ക് ചെയ്യുക? പോയിന്റ് 3 OB, OBയിലാണ് പോയിന്റ് 3 വരുന്നത്. O dash B dash ഫ്രണ്ട് വ്യൂയിലൂടെ കാണാം. ഇത് നമുക്ക് ഡയറക്റ്റ് മാർക്ക് ചെയ്യാൻ പറ്റുമോ? ഡയറക്റ്റ് മാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇല്ല, അത് ഡയറക്റ്റ് മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മളിത് ഈ പോയിന്റ് എങ്ങനെ ഇവിടെ മാർക്ക് ചെയ്യാം? ഡയറക്റ്റ് പ്രൊജക്ട് ചെയ്താൽ ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കിട്ടില്ല, ബിക്കോസ് സെയിം ലൈനിലൂടെ പാസ് ചെയ്യുക. പോയിന്റ് 3 is on OB, O dash B dash സെയിം ലൈനിലൂടെ തന്നെ നമ്മൾ ഇന്റർസെക്റ്റിംഗ് ആയിട്ട് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ചെയ്യണം നേരത്തെ ചെയ്തതുപോലെ തന്നെ ട്രൂ ലെങ്ത് ട്രൂ ലെങ്ത് ആദ്യം റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, അതായത് സ്ലാൻഡ് എഡ്ജിന്റെ ട്രൂ ലെങ്ത് ഇവിടെ ഫ്രണ്ട് വ്യൂയിൽ ഉണ്ടോ? ഇല്ല. സ്ലാൻഡ് ട്രൂ ലെങ്ത് ഫ്രണ്ട് വ്യൂയിൽ ഉണ്ടോ? ഇല്ല. ഇല്ല. സോ അതെങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് ലൈനിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക ത്രൂ ദ സെന്റർ. ഓക്കെ, ആൻഡ് റൊട്ടേറ്റ് എനി ഓഫ് ദ കോർണർ, ബേസിലെ ഏതെങ്കിലും ഒരു കോർണർ OC OD ഏതെങ്കിലും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിക്കാം. C1. അതായത് നൗ OC ഈസ് പാരലൽ ടു ദ XY ലൈൻ. സോ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ ഓഫ് OC, കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ ഓഫ് OC എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? ട്രൂ ലെങ്ത് ആയിരിക്കൂലേ, അല്ലേ? ബിക്കോസ് സിയും ഡിയും ഞാൻ ഇപ്പുറത്തേക്ക് റേസ് ചെയ്ത് മാറ്റി വരച്ചിട്ടുണ്ട്, ബിക്കോസ് നമുക്ക് ഇവിടെ വേറൊരു പോയിന്റ് വരുന്നുണ്ട്, അല്ലേ? അതുകൊണ്ട് മാറ്റി വരച്ചിട്ടാണ്, മാറ്റി മാർക്ക് ചെയ്തതാണ്. സോ C റൊട്ടേറ്റ് ചെയ്തു, C1 ഉള്ള പൊസിഷനിലെത്തി. നൗ OC1 ഈസ് പാരലൽ ടു ദ VP or XY ലൈൻ. കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ ഓഫ് C1 ഡാഷ് XY ലൈനിലേക്ക് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. നൗ O dash C1 ഡാഷ് ജോയിൻ ചെയ്തിട്ട് വരക്കുന്നത് സ്ലാൻഡ് എഡ്ജിന്റെ ട്രൂ ലെങ്ത് ആയിരിക്കും, അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്തത്? നേരത്തെ ചെയ്ത് അങ്ങനെയാണല്ലോ. സ്ലാൻഡ് എഡ്ജിന്റെ ട്രൂ ലെങ്ത് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. നൗ നമ്മൾ ഈ പോയിന്റ് 3 എങ്ങനെ ഫ്രണ്ട് വ്യൂല് മാർക്ക് ചെയ്യും? പറയാൻ പറ്റുമോ? എനിവൺ? ഓന്ന് 4ലേക്കുള്ള ഡിസ്റ്റൻസ്, ഓന്ന് സിയിലേക്കുള്ള എങ്ങനെ എങ്ങനെ സെന്ററിന്ന് ഡിസ്റ്റൻസ് ഇല്ല 4ലേക്കുള്ള 3 അല്ലേ? OBയിൽ വരുന്ന പോയിന്റ് 3 ആണ് കേട്ടോ. 3. ഈ ഡിസ്റ്റൻസ് XY ലൈനിന് പാരലായിട്ട് പോകുന്ന ലൈനിൽ മെഷർ ചെയ്യാം. ഓക്കെ, ഇത് ഈ ഡിസ്റ്റൻസ് നമ്മൾ ഇവിടത്തേക്ക് റൊട്ടേറ്റ് ചെയ്യണം. സെയിം ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്യണം. എന്നിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലേക്ക് നേരെ മുകളിലേക്ക് എവിടത്തേക്ക് പ്രൊജക്ട് ചെയ്യും? ട്രൂ ലെങ്ത്തിൽ സ്ലാൻഡ് എഡ്ജിന്റെ ട്രൂ ലെങ്തിലേക്ക് പ്രൊജക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് OBയിലേക്ക് നേരിട്ട് കറക്റ്റ് ആണ്. ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതിന്റെ റിവേഴ്സ് അത്രേ ഉള്ളൂ. നേരത്തെ നമ്മൾ ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ ആ കട്ടിംഗ് പോയിന്റ് വന്നപ്പോൾ താഴെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സ്ലാൻഡ് എഡ്ജിന്റെ ട്രൂ ലെങ്തിലേക്ക് പ്രൊജക്ട് ചെയ്തു. അത് താഴെ ആ റെസ്പെക്റ്റീവ് സ്ലാൻഡ് എഡ്ജിന്റെ ടോപ്പ് വ്യൂയിലേക്ക് പ്രൊജക്ട് ചെയ്തു. അത് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്തത്, അല്ലേ? അതിന് നേരെ റിവേഴ്സ് ആയിട്ട് ഇവിടെ കണ്ടുപിടിക്കുക. കാരണം ഇവിടെ ടോപ്പിൽ പോയിന്റ് ഉണ്ട്, ഫ്രണ്ട് വ്യൂയിലേക്കാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. അതിന് നേരെ റിവേഴ്സ് ആയിട്ട്. ഓക്കെ, സോ പോയിന്റ് 3 O3 ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. അത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അതായത് OCയിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്, OC1ലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ആ ഡിസ്റ്റൻസ് നേരെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം.
ഓക്കെ, സ്ലാൻഡ് എഡ്ജിന്റെ ട്രൂ ലെങ്തിലേക്കാണ് പ്രൊജക്ട് ചെയ്തത്. നൗ അവിടെ നിന്ന് ഇത് ആക്ച്വലി എവിടെ വരേണ്ട പോയിന്റ് ആണ്? ഒ ബിയിൽ വരേണ്ട പോയിന്റ് ആണ്. സോ ഒ ഡാഷ് ബി ഡാഷിലേക്ക് പ്രൊജക്ട് ചെയ്തു, ലെഫ്റ്റിലേക്ക് പ്രൊജക്ട് ചെയ്തു, 0.3 മാർക്ക് ചെയ്തു. ഓക്കെ, 0.3 കിട്ടി. നൗ ബേസിൽ വരുന്ന 0.4, ബി സിയിൽ കട്ട് വരുന്ന 0.4, ആ 0.4 നേരെ വെർട്ടിക്കലി അപ്വേർഡ്സ് പ്രൊജക്ട് ചെയ്യുക. എവിടത്തേക്കാണ്? ബി ഡാഷ് സി ഡാഷിലേക്ക്. ബി സിക്ക് ഇടയിലുള്ള പോയിന്റ് ഫ്രണ്ട് വ്യൂല് ബി സിക്ക് ഇടയിൽ തന്നെ മാർക്ക് ചെയ്യണം. സോ 0.4 ഇവിടെ കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? സംശയം ഉണ്ടോ? ഇത് മാത്രമേ ഇവിടെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് വരുന്നുള്ളൂ, വേറെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. നേരത്തെ വരച്ച പെൻറ്റഗണൽ പിരമിഡായിട്ട് സിമിലർ ആണ്. ക്ലിയർ ആണോ? ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്യാണ്. 1 ഡാഷ് ടു 2 ഡാഷ്, 2 ടു 3, 3 ടു 4. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ ഈ വരച്ചതിൽ ഇതേപോലെയല്ല ആക്ച്വലി വരുന്നത് കേട്ടോ. അതായത് 0.2 ആണെന്ന് തോന്നുന്നു കുറച്ച് മുകളിലായിട്ട് വരുന്നത്, 3 കുറച്ച് ബിലോ ആയിട്ടാണ്. ശ്രദ്ധിക്കാം, ഇതേപോലെ കോപ്പി ചെയ്ത് വെക്കണ്ട. നിങ്ങൾ കറക്റ്റ് ആംഗിൾ എടുത്ത് വരയ്ക്കുന്ന സമയത്ത് എവിടെയാണോ പോയിന്റ് കിട്ടുന്നത് അവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, 0.2 3യെക്കാട്ടും കുറച്ച് മുകളിലായിട്ടാണ് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. സോ അത് കറക്റ്റ് ആംഗിൾ എടുത്ത് വരയ്ക്കുമ്പോൾ കിട്ടുന്ന പോയിന്റ് കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യാം. നോ ഈ കട്ടിംഗ് പോയിന്റ്സ് ജോയിൻ ചെയ്യാലോ, അതിൻ്റെ ഇടയിലായിട്ട് ടിക്ക് ലൈൻസ് ഒന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്, കാരണം ദിസ് പോർഷൻ ഈസ് റിമൂവ്ഡ് അല്ലേ, ഇത് റിമൂവ് ചെയ്തതാണ്. സോ ആ പോർഷനിൽ ഇനി ഫ്രണ്ട് വ്യൂല് വേറെ എഡ്ജസ് ഒന്നും വരാൻ പാടില്ല. സോ അതൊക്കെ ഇറേസ് ചെയ്ത് കളയാം, തിക്ക് ലൈൻസ് ഒക്കെ ഇറേസ് ചെയ്യാം. ദെൻ പ്രൊവൈഡ് ഹാച്ചിങ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, നൗ ട്രൂ ഷേപ്പ് കാണണം. ഫൈൻഡ് ദിസ് ഇസ് ദ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ. ഇവിടെ നമുക്ക് കാണുന്നത് ട്രൂ ഷേപ്പ് അല്ല, സെക്ഷൻ സർഫസിന്റെ വ്യൂ കാണുന്നുണ്ടെങ്കിലും, ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദ ട്രൂ ഷേപ്പ്. ഇനി ട്രൂ ഷേപ്പ് കാണാൻ എന്ത് ചെയ്യണം? ടു ഫൈൻഡ് ദ ട്രൂ ഷേപ്പ് ഫ്രം ഓൾ ദീസ് പോയിന്റ്സ്, ടോപ്പിലുള്ള എല്ലാ പോയിന്റ്സ് നിന്നും പെർപെൻഡിക്കുലർസ് x1 y1 ലേക്ക് പ്രൊജക്ട് ചെയ്യണം. സോ വി ഹാവ് ടു മാർക്ക് ദ x1 y1 ലൈൻ. x1 y1 എന്ന് പറയുന്നത് ഏതാണ്? ഈ പ്ലെയിനിന് പാരലായിട്ട് വരയ്ക്കുന്നതാണ്. സോ ദാറ്റ് ഈസ് ഓൾറെഡി ഡ്രോൺ ഹിയർ അല്ലേ, 45 ഡിഗ്രി റെഫറൻസ് അതിന് വരച്ചിട്ടുണ്ടല്ലോ. സോ അത് തന്നെ നമുക്കിവിടെ x1 y1 ആയിട്ട് കൺസിഡർ ചെയ്യാം. നൗ എല്ലാ പോയിന്റ്സിനും അതിലേക്ക് പെർപെൻഡിക്കുലർസ് പ്രൊജക്ട് ചെയ്യാം. ഓക്കെ, നൗ ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം. ഓരോ പോയിന്റും അതായത് ഇപ്പോൾ ടോപ്പിൽ നിന്നാണ് നമ്മൾ ലൈൻസ് വരച്ചിട്ടുള്ളത്. ഇനി ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ ഫ്രണ്ട് വ്യൂ ഒന്ന് എക്സ് ലൈനിലേക്കുള്ളതാണ് എടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ വിചാരിച്ചാൽ മതി. ഇപ്പോൾ ടോപ്പ് വ്യൂ നമ്മൾ ലൈൻസ് പ്രൊവൈഡ് ചെയ്താൽ പിന്നെ നെക്സ്റ്റ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത് കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ എന്ന് എക്സ് ലൈനിലേക്കുള്ളതാണ്. സോ ഫസ്റ്റ് പോയിന്റ് 1 എവിടെ വരണം? 1 ഡാഷ് ഈസ് ഓൺ എക്സ് ലൈൻ. സോ 1 ഡാഷ് ടു എക്സ് ലൈൻ ഡിസ്റ്റൻസ് 0 ആണ്. സോ പോയിന്റ് 1 ഈസ് ഓൺ x1 y1 itself 1. പോയിന്റ് 2 ഡാഷ് ടു x1 ലൈൻ ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് അത് ഫ്രം ദ x1 y1 ലൈൻ മെഷർ ചെയ്ത് മാർക്ക് ചെയ്യാം, പോയിന്റ് 2. നെക്സ്റ്റ് പോയിന്റ് 3 ഡാഷ് ടു x1 ലൈൻ ഡിസ്റ്റൻസ് 3 എന്ന് മെഷർ ചെയ്യാം. ഓക്കെ, പോയിന്റ് 3. നെക്സ്റ്റ് പോയിന്റ് 4 ഡാഷ് ഈസ് ഓൺ x1 ലൈൻ. സോ 4 ഡാഷ് ടു x1 ലൈൻ ഡിസ്റ്റൻസ് 0 ആണ്. സോ 4 പോയിട്ട് ലൈനിൽ ഡിസ്റ്റൻസ് ഇല്ല, 0 ആണ്. സോ പോയിന്റ് 4 x1 y1 ഇവിടെ തന്നെ വരും. ഓക്കെ, നൗ ജോയിൻ ദീസ് പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഷേപ്പിന്റെ കാര്യം ശ്രദ്ധിക്കുക. 2 ആണ് 3നെക്കാളും കുറച്ചും കൂടെ ലെങ്ത് കൂടിയിട്ട് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഷേപ്പ് മാറും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഷേപ്പ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയാണ് വരേണ്ടത് കേട്ടോ. ഓക്കെ, പോയിന്റ് 2 ആണ് കുറച്ചും കൂടെ പുറത്തേക്ക് വരിക. നൗ അതിൻ്റെ അത് ഹാച്ചിങ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ ഡയമെൻഷൻ ഹൈറ്റ് എത്രയാണ്? വാട്ട് ഈസ് ദ ഹൈറ്റ് എത്രയാ? 70 mm.
70. Base edge 30. base edge 30. And distance 10 mm distance, shortest distance 10 mm. 10 mm. Okay. And inclination 45 degree. അത് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. കട്ടിംഗ് പ്ലെയിനുമായിട്ട് മേക്കുന്ന ആംഗിൾ ആയതുകൊണ്ട് അത് ഇവിടെ തന്നെ മാർക്ക് ചെയ്യാം 45 ഡിഗ്രി. ഓക്കെ, ക്ലിയർ? ചെയ്യാൻ പറ്റില്ലേ? ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്യാം കേട്ടോ. ക്ലിയർ ആണോ? Okay. Now write on next question. Next one is a cone. Okay, കോണും കൂടെ ആയെങ്കിൽ നമ്മൾ ടോപ്പിക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. A right circular cone of 100 mm base circle diameter. A right circular cone of 100 mm base circle diameter, 100 mm base circle diameter, and 150 mm height. 100 mm base circle diameter and 150 mm height is resting on its base on the ground. Hundred mm base circle diameter and 150 mm height is resting on its base on the ground. It is cut by a vertical plane. It is cut by a vertical plane inclined at 40 degree to the VP. It is cut by a vertical plane inclined at 40 degree to the VP. It is cut by a vertical plane inclined at 40 degree to the VP. Kumar, the plane being BEING, the plane being at a minimum distance of 15 mm, 15 mm from the axis of the cone. The plane being at a minimum distance of 15 mm, 15 mm from the axis of the cone. Full stop. Draw the sectional elevation.
Draw the sectional elevation. Full stop. Also project the true shape of the section. Also project the true shape of the section. Also project the true shape of the section. Assume that the section is in front of the axis. Assume that the section is in front of the axis. Assume that the section is in front of the axis. A right circular cone of 100 mm base circle diameter and 150 mm height is resting on its base on the ground. It is cut by a vertical plane inclined at 40 degree to the VP, the plane being at minimum distance of 15 mm from the axis of the cone. Draw the sectional elevation. Also project the true shape of the section. Assume that the section is in front of the axis. ഓക്കെ, എല്ലാം സിമിലർ ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ്, ഒബ്ജക്റ്റ് മാറിയത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഹെക്സഗണൽ പിരമിഡിന് പകരം ഒരു കോണാണ് ഒബ്ജക്റ്റ്. ഇപ്പോൾ കോണാകുമ്പം എന്താണ് നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത്? ഇതുവരെ നമ്മൾ ഡെവലപ്മെന്റും ചെയ്തു, കോണിന്റെ സെക്ഷൻ പ്ലെയിൻ ഇൻക്ലൈൻ ടു എച്ച് പിയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ കോണാകുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? എന്താണ്? നോ ആൻസർ. കോണില് കട്ടിങ് പ്ലെയിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്ജസ് ഇല്ല. എന്താണ് ഇവിടുത്തെ ഒരു പ്രശ്നം അല്ലേ? കട്ടിങ് പ്ലെയിന് കട്ട് ചെയ്യുന്ന പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ എഡ്ജസ് ഇല്ല. സോ വി ഹാവ് ടു മാർക്ക് ദ എഡ്ജസ് അല്ല, ജനറേറ്റേഴ്സ്. കുറച്ച് ജനറേറ്റേഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യണം, നെയിം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഈ സർക്കിളിനെ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ആദ്യം നമുക്ക് കട്ടിങ് പ്ലെയിൻ വരയ്ക്കാം. കട്ടിങ് പ്ലെയിൻ എങ്ങനെയാണ് പറഞ്ഞത്? Cutting plane is inclined to the VP and perpendicular to HP. 40 degree ആണ് കട്ടിംഗ് പ്ലെയിൻ്റെ ഇൻക്ലിനേഷൻ എന്നുള്ളത്. 40 ഡിഗ്രി. സോ 40 ഡിഗ്രി ആംഗിളിൽ ഒരു റഫറൻസ് ലൈൻ വരച്ചു. 40 ഡിഗ്രി ആംഗിളിൽ ഒരു റഫറൻസ് ലൈൻ ഇൻ ദ ടോപ്പ് വ്യൂ. കാരണം ആക്സിസ് കട്ടിംഗ് പ്ലെയിൻ ഇൻക്ലൈൻ ടു VP ആണ്. സോ ടോപ്പ് വ്യൂ ആണ് പ്ലെയിൻ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. 40 ഡിഗ്രി വരച്ച ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് എത്രയാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്നുള്ളത്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? 15 കേട്ടോ, 50 അല്ല, 15. 15. അപ്പോൾ 15 mm ഡിസ്റ്റൻസ് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫ്രം ദ സെന്റർ മെഷർ ചെയ്യാം. ഓക്കെ, ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആക്സിസിന് ഫ്രണ്ടിലായിട്ട് തന്നെ ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. ഓക്കെ, ആ പോയിന്റിലൂടെ 40 ഡിഗ്രി ഈ വെർച്വൽ ലൈനിന് പാരലായിട്ട് കട്ടിംഗ് പ്ലെയിൻ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ ഈ കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കട്ടിംഗ് പോയിന്റ്സ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ വരുന്ന ബേസ് സർക്കിളിലെ 2 പോയിന്റ്സ് മാത്രമാണ് കട്ടിംഗ് പോയിന്റ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് വെച്ച് നമുക്ക് ഷേപ്പ് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ വി ഹാവ് ടു ഡിവൈഡ് ദിസ് സർക്കിൾ ഇൻ ടു 8 parts, 8 equal segments. Okay.
സോ ഈ AO, BO, CO ഇതൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് ജനറേറ്റേഴ്സ് ആണ്. ജനറേറ്റേഴ്സ് ഓഫ് ദ കോൺ ആണ്. സോ ഈ പോയിന്റ്സ് ഒക്കെ ഫ്രണ്ട് വ്യൂയിലേക്കും പ്രൊജക്ട് ചെയ്യാം. B dash and H dash, C dash and G dash, D dash and F dash, and E dash, right extremely E, apex O. O P in axis name ചെയ്യാം, വെർട്ടെക്സ് O and base center P. ഞാൻ ഇവിടെ H എന്ന് നെയിം ചെയ്യാത്തത് ബേസ് സർക്കിളിൽ ഓൾറെഡി H വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ OP എന്ന് നെയിം ചെയ്യാണ്. കട്ടിംഗ് പോയിന്റ്സ് ഈ വർഷം വെച്ചിട്ട് എത്ര പോയിന്റ്സ് ഉണ്ടാവും? എത്ര കട്ടിംഗ് പോയിന്റ്സ് ഉണ്ടാവും? നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന എത്ര കട്ടിംഗ് പോയിന്റ്സ് ഉണ്ടാവും? 5. കറക്റ്റ് ആണ്. എങ്ങനെയൊക്കെ? ഫസ്റ്റ് ഈ ബേസ് സർക്കിളിൽ ഒരു കട്ട് വരുന്നുണ്ട്, അതായത് എക്കും എച്ചിനും ഇടയിലായിട്ട് ഒരു കട്ട് വരുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്. ദെൻ ഒ എയിൽ നെക്സ്റ്റ് വൺ ജനറേറ്റർ ഒ എയിൽ 0.2, ദെൻ ഒ ബിയിൽ 0.3, ഒ സിയിൽ 0.4, പിന്നെ നെക്സ്റ്റ് വരുന്നത് ബേസ് സർക്കിളിൽ തന്നെ ബട്ട് ഇൻ ബിറ്റ്വീൻ സി ആൻഡ് ഡിക്ക് ബിറ്റ്വീൻ ആയിട്ട് അടുത്ത കട്ട് വരുന്നുണ്ട്. സോ ടോട്ടൽ 5 കട്ടിംഗ് പോയിന്റ്സ് ഉണ്ട് അല്ലേ? സോ അത് ഓർഡറിൽ നെയിം ചെയ്യാം. 1, 2, 3, 4 and 5 കട്ടിംഗ് പോയിന്റ്സ്. ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ ഫ്രണ്ട് വ്യൂയിലേക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? ഈ ജനറേറ്റേഴ്സ് ഫ്രണ്ട് വ്യൂയിൽ മാർക്ക് ചെയ്യണം. ജനറേറ്റേഴ്സ് O dash, A dash, O dash, B dash, OC, OG ഇതൊക്കെ ഈ ലൈനിൽ വന്നു. ആക്സിസിന്റെ ലൈൻ ഉണ്ട്, സോ അവിടെ ഞാൻ സെപ്പറേറ്റ് ലൈൻ വരക്കുന്നില്ല. ദെൻ OD, ഓക്കെ, OD. നെക്സ്റ്റ് ഈ പോയിന്റ്സ് ഒക്കെ 0.1ഉം 0.5ഉം ബേസ് സർക്കിളിൽ വരുന്നതാണ്. സോ 1 എന്ന് പറയുന്നത് എച്ചിന് ഇടയിലായിട്ടാണ്. സോ എക്കും എച്ചിനും ഇടയിലായിട്ട് ബിഹൈൻഡ് ആണ് കേട്ടോ, ബിഹൈൻഡ് ആയിട്ട് വരുന്നതാണ്. സോ നേരെ ഇവിടത്തേക്ക് പ്രൊജക്ട് ചെയ്യാം, എക്കും എച്ചിനും മിഡിലായിട്ട്. അത് അവിടെ തന്നെ 0.1 എന്ന് മാർക്ക് ചെയ്യാം. 0.5 എന്ന് പറയുന്നത് സിക്കും ഡിക്കും ഇടയിലായിട്ട് വരുന്നത്. സോ ബേസ് സർക്കിളിൽ തന്നെ വരുന്നതാണ്. സോ ഇത് നേരെ സി ആൻഡ് ഡിക്കും മിഡിലായിട്ട് മാർക്ക് ചെയ്യാം, ബേസിൽ തന്നെ 0.5 അവിടെ വരും. ദെൻ 0.2 and 3 നേരെ വെർട്ടിക്കലി മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യാം. 2 is on OA, OA-ലേക്ക് പ്രൊജക്ട് ചെയ്യാം. 3 is on OB, ഡയറക്റ്റ് OB-ലേക്ക് പ്രൊജക്ട് ചെയ്യാം. ബട്ട് 4 മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 4 is on OC, അപ്പോൾ അത് ഡയറക്റ്റ് മുകളിലേക്ക് പ്രൊജക്ട് ചെയ്താൽ ഇന്റർസെക്ഷൻ കിട്ടില്ല. സോ ഈ ലെങ്ത് റൊട്ടേറ്റ് ചെയ്തിട്ട്, അതായത് ജനറേറ്ററിന്റെ ട്രൂ ലെങ്ത് OE എവിടെയുണ്ട്? ഫ്രണ്ട് വ്യൂലുണ്ട്, O dash E dash. OE എന്ന് പറയുന്നത് പാരലൽ ടു ദ എക്സ് വൈ ആണ്. സോ ഈ 0.4 റൊട്ടേറ്റ് ചെയ്തിട്ട് അത് നേരെ ജനറേറ്ററിന്റെ ട്രൂ ലെങ്ത് ആയിട്ടുള്ള O dash E dash-ലേക്ക് പ്രൊജക്ട് ചെയ്ത് അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് എടുക്കണം, OC-ലേക്ക്. എന്നിട്ട് വേണം ആ പോയിന്റ് മാർക്ക് ചെയ്യാൻ. ഓക്കെ, സോ ആ പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുമ്പം ഫ്രീ ഹാൻഡ് ആയിട്ട് ജോയിൻ ചെയ്യാം. സ്കെയിൽ യൂസ് ചെയ്യാൻ പാടില്ല, ഫ്രീ ഹാൻഡ് ആയിട്ട് ജോയിൻ ചെയ്യാം. 1, 2, 3, 4, 5. ഓക്കെ, അത് ട്രൈ ചെയ്ത് നോക്കുക, കിട്ടുമെന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ? നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതിന്റെ ടോപ്പിൽ കട്ടിംഗ് പ്ലെയിൻ എങ്കിലും വരച്ചു വെക്കാം നെക്സ്റ്റ് ക്ലാസ്സിലേക്ക്. ഓക്കെ, സെക്ഷണൽ വ്യൂ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ?